ആ മജീക്ക, ആ ഞാനത് നമ്മളെ പോക്കർക്കാരന്റെ വീടിന്റെ മുന്നിലെത്തി. അയാളെ പൊക്കി പൊക്കി സംസാരിക്കാം. അയാളെ ഞാൻ പൊക്കി വേണം ആകാശത്തേക്ക്, എന്നാലും വേണ്ടില്ല എനിക്ക് പൈസ കിട്ടിയായി. ശരി, പോക്കർക്ക വരുന്നുണ്ട് തോന്നുന്നു. പോക്കർക്ക എന്തല്ല എന്താ ഈ വന്നേ? എന്താ വന്നേ? എന്താ ഞാനിങ്ങനെ വന്നതാ, നിങ്ങളെ കുറെ കാലമായില്ലേ കണ്ടിട്ട്, ഒന്ന് കാണാൻ വേണ്ടി വന്നാ. എന്തോ പരിപാടി ഉണ്ടാവും, തരികിട ഉണ്ടാവും. എന്ത് തരികിടാന്ന്? എന്ത് ഒരു തരികിടയല്ല. അതോ പറഞ്ഞോ, എന്തേന്? സത്യം പറയട്ടെ, ഞാൻ നിങ്ങളെ കണ്ട പാടെ ഞാൻ പറയാ, ഒരു 20 വയസ്സ് അങ്ങോട്ട് കുറഞ്ഞിപ്പോ തന്നെ. 20 വയസ്സ് കുറഞ്ഞ് കറക്റ്റ് ഒരു 70 പേര് നിൽക്കുന്നു ഇപ്പൊ. കള്ളപ്പഞ്ഞ എനിക്ക് 20 വയസ്സ് തന്നെയല്ലേ? അല്ല 50 വയസ്സ്. 50 വയസ്സിന്റെ ഒരു ചുരുക്ക് ഇങ്ങനെ കാണുന്നുണ്ട് മുഖത്ത്. എന്താ വയസ്സമ്മിൽ പാമ്പും കൂടും കളിക്കുക, ഒന്ന് ഇറക്കം ഒന്ന് കയറ്റിയ. അതല്ല, ഞാൻ എന്റെ കാര്യം നടക്കണ്ടേ, അതുകൊണ്ട്. പിന്നെ എന്തൊക്കെയാ നമ്മളെ പരിപാടിക്ക് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, വൈദ്യപരിപാടിയൊക്കെ കുഴപ്പമില്ല, മോനെ പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നു. ഓ പിന്നെ ഞാൻ നിങ്ങളോട് 1-2 കാര്യം ചോദിക്കണം വിചാരിച്ചിരുന്നു. എന്തേന്? മുമ്പ് എന്തോ ഒരു സംഭവമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായി, എന്തോ ഒരു നമ്മളെ കളിക്കാരന്റെ എന്തോ ഇതൊക്കെ റെഡി ആയി കൊടുത്ത്. നമ്മളെ ബ്രസീലിന്റെ ബ്രസീലിന്റെ കളിക്കാരൻ മൈനർ. മൈനർ അല്ല, നെയ്മർ അല്ലേ? മൈനറാ. അതെന്ന് വെച്ചാല് മൈനറ് ഓന് ലോകകപ്പ് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് കാലിന്റെ ഡിസ്ക് പോയി. അപ്പൊ അവിടുത്തെ ഡോക്ടർമാരൊക്കെ നോക്കിയപ്പോ നോക്കാൻ കഴിയില്ല, അവർക്ക് ശരിയാവൂല. അപ്പൊ ഓര് പറഞ്ഞ് ഒരു പോക്കർ നടന്ന വൈദ്യരുണ്ട്, അയാളെ കണ്ടോളി. ഞാൻ ബ്രസീലിന്. അപ്പൊ ഓര് പറഞ്ഞ് ഞാൻ പറഞ്ഞു, വിളിച്ചപ്പോ പറഞ്ഞ് എനിക്കിപ്പോ ബസ്സിലേക്ക് വരാനൊന്നും കഴിയൂല. അങ്ങോട്ട് വിളിച്ചാ എന്നെ വിളിച്ച ഞാൻ പഠിക്കാൻ വരാൻ കഴിയില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യ്, ഓന്റെ സൂക്കേട് പറ്റിയ അപകടം പറ്റിയ കാലിന്റെ ഫോട്ടോ ഒന്ന് വാട്സപ്പിൽ വിടാൻ. അതില് വിടാൻ. അപ്പൊ ഞാൻ ഞാൻ അവന്റെ ഫോട്ടോ നോക്കി എനിക്ക് മനസ്സിലായി ഏകദേശം. അപ്പൊ ഞാൻ എന്താ കുടുകുടാണിത്തൈലം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കുടുകുടാണിത്തൈലം. ആ തൈലം ഞാൻ എന്റെ ഫോണിന്റെ അവിടെ കൊണ്ട് ഒഴിച്ചു. അവന്റെ കാലിന്റെ ഭാഗം നോക്കി 2 ഇച്ചില് 2 മണി ഒരു 5 മിനിറ്റ് ഒഴിച്ചൊരൊറ്റ അടിച്ചിട്ട് ഞാൻ എടുത്തോണ്ട് ഓന്റെ ഒറ്റ വിട, അവന്റെ വാട്സിലെ ഒറ്റ വിടല്. നല്ല വിടലാട്ടോ. ആ വിട്ടേമ്പേക്ക് എന്തായത് അറ്റമ്പേക്ക് ഓൻ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, പോക്കർക്കാ എന്റെ സൂക്കട് മാറി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയല്ല ഓന്റെ സൂക്കട് മാറ്റി. അങ്ങനെ നല്ല പൈസ അതമ്മ ഒരു ഏർപ്പെട്ട പണിയോ ചെയ്താൽ ഡോളർ ഫോട്ടോ അത് ഫോണിൽ എടുത്ത് ഞാൻ ഓന്റെ ഫോണിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾ രണ്ടാലും നല്ല വിടലല്ലേ? അല്ല, നിങ്ങൾ കല്യാണപ്പേരിൽ എന്തോ കച്ചറ ഉണ്ടാക്കി? കല്യാണപ്പേരിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. ഞാൻ ഒരു കല്യാണപ്പേരിൽ ചെന്ന് ഞാൻ ചോറിന സമയത്ത് അവിടെ എത്തിയത്. എല്ലാ സമയത്തും അങ്ങനെ ചോറിന സമയത്ത് ചോറ് വിളമ്പി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ചോറ് തിന്നു. നക്കണ്ട വിചാരമല്ലോ ഏത് സമയം. ചോറുണ്ട് ചോറ് വിളമ്പി കഴിഞ്ഞാൽ ആദ്യം ഒരു കുഴി കുഴിക്കും, കറി വിളമ്പായി. കുഴി കുഴിക്കില്ല. ആ കുഴി കുഴിച്ചിട്ട് ഞാൻ ഒരു 1.5 മണിക്കൂർ കാത്തുനിന്ന് കറി വിളമ്പില്ല. കൊറേ കഴിഞ്ഞപ്പോ വന്നോണ്ട് കറി ആയിട്ട് വന്നോണ്ട് കുഴിന്റെ പുറത്തുണ്ട് കറി വിളമ്പിക്കും. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഏടാ കള്ളപ്പന്നി, ഈ കുഴി പിന്നെ എന്റെ വാപ്പനെ കുഴിച്ചിടാനാണോ? ആ വൈക്കന്നെ ഒരു ബക്കറ്റ് സാമ്പാർ ഒന്നും അലേ പറഞ്ഞു. അവന്റെ ബാക്കിലുള്ള ഒരു ബക്കറ്റ് പായച്ചു. ഓനെന്തിനാ പായസം? അവന്റെ വാപ്പനെ വിളിച്ചിട്ടില്ല, വെറുതെ പറഞ്ഞാണ്. കൂട്ടത്തിലൊരടി. പക്ഷെ ഒരു ഉൾപ്പില്ലാണ്ടായി. ഞാൻ ആ തൂത്ത പായസം കമ്പി നക്കി മരുന്ന് കുടിച്ചാൽ എന്നോടാ കളിക്കുന്നവര്. നിങ്ങളൊരു എരപ്പം പോക്കറില്ല കേട്ടോ. അല്ല, അപ്പൊ നിങ്ങളെ ഓരോരോ കാര്യങ്ങളൊക്കെ കേൾക്കലുണ്ട്. നാട്ടിലൊക്കെ ഭയങ്കര അഭിപ്രായം കേട്ടോ. ഒന്നും പറയണ്ട, ഞാൻ ചെറിയൊരു കാര്യത്തിന് വേണ്ടി വന്നാന്ന് ഒന്നും വിചാരിക്കും. ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ ഇതാ കൊണ്ടാണ്. എനിക്ക് എന്തെങ്കിലും മറക്കാനുണ്ടാവും നിങ്ങളടുത്ത്? ഈ സമയത്തൊക്കെ മറക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നാണ് ഉണ്ടാവുക? അല്ല, എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ നടക്കാണ്ടിരിക്കൂല. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആദ്യമായിട്ട് ചോദിക്കല്ലേ. ഓരോരോ പ്രശ്നങ്ങളാണ്. അതിന്റെ മോനെ അവൻ ഇവിടെ ഇല്ല, അവൻ പുറത്ത് പോയതാണ്. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. 3-4 ദിവസം വേണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് മറക്കാൻ തന്നെ. 2 ദിവസമാണ് പറഞ്ഞ വാക്കിന് സ്ഥിരത വേണോ? ഞാനിതാ വള്ളാന്ന് പഠിച്ചോനാണ് ഞാൻ. ഒന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുക, അതുകൊണ്ടാണ്. ഒരു പ്രശ്നമില്ല. 2 ദിവസം പറഞ്ഞ കൊടുത്തില്ലെങ്കിലേ അവനോട് മോനെ ഇനി മറക്കരുത്. 2 ദിവസം ഞാൻ പറഞ്ഞത് വേണേ കുറച്ച് നേരം ഇവിടുന്ന് മറച്ചോ, അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് മറച്ചോട്ടോ. മറക്കാനല്ല, പുസ്തകം പോരെ.
പുസ്തകം മറക്കി ഇതെന്തിനാണ് പുസ്തകം എന്തുണ്ടോ പൈസ ഉണ്ടോ? ഇജ്ജ് പിന്നെ മറക്കാൻ എന്താ ചോദിച്ചേ? ബുക്ക് മറക്കാനല്ല ഞാൻ പറഞ്ഞേ, പൈസ എന്താ മറക്കാനുണ്ടോന്നാ ചോദിച്ചേ. പൈസ ആരാണ്ട മറച്ച് കളിക്ക, പുസ്തകമല്ലേ മറച്ച് കളിക്ക പമ്മിയ. പോക്കറേ